ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വനില സ്പോഞ്ച് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം അതിന് വേണ്ട മൈദ അരിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് ഒരു കപ്പ് 250 മില്ലി കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ കേക്ക് നമുക്ക് ചെയ്യാനായിട്ട് എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബ്ലെൻഡറിൽ, അതായത് മിക്സിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ മാവ് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട വേണം എടുക്കാൻ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കരുത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എഗ്ഗൊക്കെ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ എടുത്ത് വെളിയിൽ വെക്കണം. ഇനി ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 125 മില്ലി കപ്പിനാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. മണവും ടേസ്റ്റും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ അടുത്തൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുട്ടയും ഓയിലും പഞ്ചസാര എല്ലാം കൂടെ അടിച്ചത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദാമാവ് ഉണ്ടല്ലോ, മൈദാമാവും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും, അതിൽ നിന്ന് കുറേശ്ശെ ഈ മുട്ടയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാതെ കട്ട് ആൻഡ് ഫോൾഡ് ആയിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ മാവ് ഇട്ടിട്ട് ഞാനിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ സ്റ്റൗവിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കേക്ക് തയ്യാറാക്കാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അല്ല ഓവനിലാണെങ്കിൽ ഓവനും ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്തിടണം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. പാലും ഡയറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് ഒഴിക്കരുത്. ഒന്നെങ്കിൽ ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണെങ്കിൽ കുറച്ച് മുമ്പേ എടുത്ത് വെളിയിൽ വെച്ച് ആ വലിയ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് തണുപ്പൊന്ന് പിടിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് മൈദയൊക്കെ ആദ്യം അരിച്ചെടുത്തല്ലോ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ആ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ മതി. ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാൻ സാധാരണ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കാണിക്കാറുള്ളത് പോലെ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കേക്ക് ചെയ്യാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ സ്റ്റൗവിൽ ഒരു പാത്രം, ചൂടുകട്ടിയുള്ളൊരു പാത്രം വെക്കുക, അതിലൊരു സ്റ്റാൻഡ് ഇടുക. ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. കേക്ക് റെഡിയാവാൻ എടുക്കുന്ന സമയം, ഇപ്പം ഈ കേക്ക് തയ്യാറാവാനായിട്ട് ഒരു 30 മിനിറ്റ് എടുക്കും. മീഡിയം തീയിൽ 30 മിനിറ്റ്. ആ 30 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങളത് വെന്തോന്ന് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഓവനിലാണെങ്കിൽ 250 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരു കുറച്ച് മൈദാമാവ് ഈ കേക്ക് ടിന്നിലേക്ക് വിതറി കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് തട്ടി എല്ലാ സൈഡിലും ഈ മാവാക്കാം. ഇതുപോലെ അധികമുള്ള മാവ് ഈ പാത്രത്തിൽ നിന്ന് കുടഞ്ഞു കളയാം. ഇപ്പോൾ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ മാറി കിട്ടും. ഇപ്പോൾ ഈ പാത്രം വെക്കാൻ പാകത്തിനുള്ള വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റൗവിൽ വെക്കാത്തത്. സ്റ്റൗവിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് വീഡിയോ ഞാൻ കേക്ക് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ കേക്ക് ഞാനിപ്പോൾ ഓവനിലാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ടിന്നിൽ, അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അളന്നെടുക്കുന്ന പാത്രത്തിൽ സ്പൂണിലൊന്നും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഒരു സാധനവും കേക്കിലേക്ക് ഉപയോഗിക്കരുത്. വനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതല്ലെങ്കിൽ എഗ്ഗ്, പാല്, ഇതൊന്നും നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഉപയോഗിക്കരുത്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് വേണം ഉപയോഗിക്കാനായിട്ട്. പാല് ചൂടാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ചൂടായി പോവരുത്. ആ തണുപ്പ് മാറുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വെച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം.
ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് ഈ സൈഡിൽ നിന്ന് ഇളക്കി വിടാം. അതിനുശേഷം നമുക്ക് പാത്രത്തിലൊന്നും ഒട്ടും പിടിച്ചിരിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.